എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്തേ. വളരെ സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങളെല്ലാവരും ഭക്തി ആരംഭിച്ചു കഴിഞ്ഞു. വളരെയധികം സഹോദരിമാർ 21 ദിവസത്തെ ഭക്തിയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ സുന്ദരമായ കാര്യമാണ്. കാരണം ഇത് ബാബയുടെ ഇച്ഛയാണ്, എൻ്റെയും കൂടെ ഇച്ഛയാണ്. ശിവ് ബാബയാൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹായജ്ഞം തപസ്യാകുണ്ഠമായി മാറട്ടെ. ലോകത്തിലെ സർവ്വമനുഷ്യരുടെയും വികാരങ്ങൾ ആഹുതിയാവട്ടെ. എല്ലാവരുടെയും വികാരങ്ങൾ ഭസ്മമാകട്ടെ, അവസാനിക്കട്ടെ. ഇതിനു വേണ്ടി നിങ്ങളെല്ലാവരും നല്ല പവർഫുൾ യോഗാഭ്യാസം ചെയ്യണം. യോഗത്തിൻ്റെ ഭിന്ന ഭിന്ന രീതിയിലൂടെ സ്വയത്തെ പവർഫുൾ ആക്കണം. യോഗത്തെ മനോരഞ്ജനമാക്കി മാറ്റണം. അർത്ഥം, യോഗം ചെയ്യാൻ മനസ്സ് ആഗ്രഹിക്കണം. ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറയുകയാണ്, എല്ലാവരും ഇത് പഠിക്കണം. നമ്മൾ എങ്ങനെ കർമ്മയോഗിയാകും? ഒരു മിനിറ്റിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏതെല്ലാം പ്രകാരത്തിലുള്ള കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ചായ കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, കുളിക്കുന്നത്, ശാരീരിക കാര്യങ്ങൾ ചെയ്യുന്നത്, ഓഫീസിലാവട്ടെ, ബിസിനസ്സാവട്ടെ, വീട്ടിലാവട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുഴുവൻ ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. കുറഞ്ഞതൊരു 100 കാര്യങ്ങൾ. ഓരോ കർമ്മത്തിനനുസരിച്ച് അഭ്യാസം. ആഹാരം പാചകം ചെയ്യുമ്പോൾ ഈ അഭ്യാസം ചെയ്യാം. വെള്ളം കുടിക്കുമ്പോൾ ഈ അഭ്യാസം ചെയ്യാം. ഞാൻ വളരെയധികം ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യോഗത്തിൻ്റെ ഭിന്ന ഭിന്ന പ്രയോഗങ്ങൾ എങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിലും ഈ ഗഹനമായ കാര്യങ്ങളുടെ ടോപ്പിക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. യോഗാഭ്യാസം കൂട്ടിക്കൂട്ടി ജ്ഞാന മനനം ചെയ്ത് നമ്മുടെ സ്ഥിതി ഉറച്ചതും ഏൽക്കാത്തതുമായി മാറുന്നു. ഇത് നമ്മുടെ അന്തിമ സമയത്തേക്കുള്ള തയ്യാറെടുപ്പാകും. അന്തിമ സമയത്തേക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അന്തിമ സമയത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റണം. എങ്ങനെ? സ്വയത്തെ നിർഭയമാക്കി മാറ്റണം. ഫിയർലെസ് ആകണം. കാരണം ഈ പരിവർത്തന കാലത്തിൽ മുഴുവൻ ഭൂമിയിലും വളരെയധികം ഭയം പരക്കും. ഓരോ വ്യക്തിയും ഭയമുള്ളവരാകും. ഓരോ ജീവജന്തുവും ഭയപ്പെടും. പക്ഷി മൃഗാദികൾ ഭയപ്പെടും. നമുക്ക് ഭയമുണ്ടാവരുത്. നിർഭയം. നമ്മൾ നിർഭയരായിരുന്നാൽ ബാക്കി സർവ്വതും നിർഭയരാകും. ഇതൊരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം വയ്ക്കണം, എന്ത് സംഭവിച്ചാലും അത് സ്വീകരിക്കണം. ആക്സെപ്റ്റൻസ്. ഇച്ഛകൾ വേണ്ട, പ്രതീക്ഷകൾ വേണ്ട. അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വയ്ക്കരുത്. എന്താണോ സംഭവിക്കേണ്ടത് അത് തന്നെ സംഭവിക്കും. ഡ്രാമ അനുസരിച്ച് നടക്കേണ്ടത് തന്നെ നടക്കും. യുഗം മാറണം. കണ്ണുകൾ കൊണ്ട് കാണുന്ന ഇതെല്ലാം നോക്കിയിരിക്കെ ഇല്ലാതാകും. അതുകൊണ്ട് അക്സെപ്റ്റൻസ്. പ്രതീക്ഷകൾ ഒന്നുമില്ല. മൂന്നാമത്തെ കാര്യം, സ്ഥിതിയെ വളരെയധികം ഇളകാത്തതും ഉറച്ചതുമാക്കി മാറ്റണം. സംഭവിക്കാൻ പോകുന്നതിൽ നമ്മൾ ഇളകരുത്, പരവശപ്പെടരുത്, ചിന്തയുള്ളവരാകരുത്, ദുഃഖികളാകരുത്. ബാബയിൽ സംശയമുണ്ടാവരുത്. ഇന്ന് കാലത്ത് വളരെയധികം നടക്കുന്നുണ്ട്. ബാബയിൽ സംശയം വരുന്നു. ഇതൊന്നും ബാബ ചെയ്യുന്നതല്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്. നാലാമത്തെ കാര്യം, തൻ്റെ പവിത്രത വളരെയധികം കൂട്ടണം. സമയം മുന്നോട്ട് പോകുന്തോറും 4 ഭാഗത്തും അപവിത്ര തരംഗങ്ങൾ നിറയും. എന്നാൽ പവിത്രമായ പവർഫുൾ യോഗികളായിരിക്കുന്നവരുടെ പവിത്ര തരംഗങ്ങൾ അപവിത്ര തരംഗങ്ങളെ നശിപ്പിക്കും.
ഇങ്ങനെ ഇപ്പോൾ കിട്ടിയ വരദാനത്തിൽ അവ്യക്തമുരളി എല്ലാവരും കേട്ടു. അവ്യക്തമുരളിയിൽ യുദ്ധത്തിൽ വിമാനത്തെ വീഴ്ത്തുന്നത്, ആയുധങ്ങൾ കൊണ്ട് ആയുധങ്ങളെ വീഴ്ത്തുന്നത് പോലെ നിങ്ങളുടെ പവർഫുൾ പ്യുവർ തരംഗങ്ങൾ, നിങ്ങളുടെ ശുഭഭാവന നിറഞ്ഞ തരംഗങ്ങൾ മറ്റുള്ളവരുടെ അപവിത്ര സങ്കല്പങ്ങളുടെ തരംഗങ്ങളെ പരിവർത്തനപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്യൂരിറ്റിയെ വളരെയധികം സ്ട്രോങ് ആക്കണം. പ്യൂരിറ്റിയിൽ ലൂസാകരുത്. 5 വികാരങ്ങൾ, വേറെയും ചെറിയ ചെറിയ വികാരങ്ങൾ, ഏത് വികാരങ്ങൾ കാരണം ആരുടെ അടുക്കലുണ്ടോ അവരിലേക്ക് ആ വികാരങ്ങളുടെ തരംഗങ്ങൾ ആകർഷിക്കപ്പെടും. വികാരങ്ങൾ കൂടും. കൊറോണ കാലത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്ര പേർ പരാജയപ്പെട്ടു. നമ്മൾ പരാജയപ്പെടരുത്. നമുക്ക് ഫുൾ പാസ്സാകണം. 5-ാമത്തെ കാര്യം സാക്ഷിഭാവം. ഇതിൻ്റെ വിസ്താരം നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നവരാണ്. അടുത്ത കാര്യം ബാബയുടെ കൂട്ടിൻ്റെ, ബാബയെ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ സ്പഷ്ടമായ അനുഭവമുണ്ടാകണം. ബാബയെ വിളിച്ചു, ബാബ വന്നു. ബാബയുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ എല്ലാ കളിയും നല്ലതാകും. എല്ലാം പരിവർത്തനപ്പെടും. ഓർമ്മിക്കണം, എങ്ങനെയാണോ നമ്മുടെ സ്ഥിതി അതുപോലെ പരിസ്ഥിതി ഉണ്ടാകും. നമ്മുടെ സ്ഥിതി ശ്രേഷ്ഠമാണെങ്കിൽ പരിസ്ഥിതി സമാപ്തമാകും. നമ്മുടെ സ്ഥിതി ഇളകിയാൽ പരിസ്ഥിതി ഭാരമുണ്ടാക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ മുതൽക്ക് ഈ സർവ്വകാര്യങ്ങളും ഓർമ്മയിൽ വെച്ചുകൊണ്ട് നിശ്ചിന്തമാകണം, നിർഭയവുമാകണം, വളരെ സന്തോഷവും ഉണ്ടാകണം. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മാനസിക രോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. വിനാശത്തിൻ്റെ സമയം അടുക്കുന്നതനുസരിച്ച് മാനസിക രോഗങ്ങളുടെ സുനാമി തന്നെ വരും. ഓരോ വ്യക്തിയും മാനസിക രോഗത്തിനടിമയാകും. ചിലർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല, ചിലർക്ക് ഡിപ്രഷനാകും, ചിലർ ചിന്തിച്ച് തന്നെ ഭ്രാന്ത് അവസ്ഥയിലെത്തും. നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മുതൽക്ക് വളരെ ലൈറ്റായിരിക്കണം. ഈസി നേച്ചർ. എന്ത് സംഭവിച്ചാലും ശരി, നല്ലത്, എല്ലാം നല്ലതായിത്തീരും. ഇതൊരു കാര്യം. 2-ാമത്തെ കാര്യം, വളരെ സന്തോഷത്തോടെ ഇരിക്കണം. അലൗകിക സന്തോഷം. ജ്ഞാനത്തിൽ സന്തോഷത്തിൻ്റെ വളരെയധികം കാര്യങ്ങളുണ്ട്. 3-ാമത്തെ കാര്യം, ഈശ്വരീയ ലഹരിയിൽ അർത്ഥം സമാനത്തിലിരിക്കണം. ഇതിലൂടെ നമ്മുടെ ബ്രെയിനിന് പവർ കിട്ടും. ബ്രെയിൻ പവർഫുൾ ആകും. നമ്മൾ സെൻസിറ്റീവ് ആകില്ല. പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിൻ്റെയും പ്രഭാവം നമ്മളിൽ ഉണ്ടാവില്ല. ഈ കാര്യങ്ങളുടെ എല്ലാം ധാരണ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുതൽക്ക് ചെയ്യണം. തയ്യാറെടുപ്പ് തുടങ്ങാം. കുറച്ച് സ്വയത്തെ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കൂ. മോഹമമത്വത്തെ ഇപ്പോൾ കുറച്ച് ലൂസാക്കൂ. ഓരോ വ്യക്തിയും എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയിരിക്കുന്നു. ബുദ്ധി അവിടെ പോകുന്നത്, തരംഗങ്ങൾ നെഗറ്റീവാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സുരക്ഷിതരായിരിക്കണം. സ്വയത്തെ കുറച്ച് ഡിറ്റാച്ച് ആക്കി വയ്ക്കൂ. ആരംഭിക്കാം. നമുക്കറിയാം, മോഹമമത ഒരു ദിവസം കൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. വളരെ നീണ്ട യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. സർവ്വതിൽ നിന്നും ഡിറ്റാച്ച് ആകാൻ ബാബ ഒരു ഉദാഹരണം തരുന്നു. ഹൽവ തയ്യാറാകുമ്പോൾ സൈഡെല്ലാം വിടുന്നത് പോലെ നമ്മൾ പൂർണ്ണമാകുമ്പോൾ, പെർഫെക്റ്റ് ആകുമ്പോൾ ബന്ധിക്കപ്പെട്ട എല്ലാ ബന്ധനങ്ങളും വിടും. അപ്പോഴേ നമ്മൾ പെർഫെക്റ്റ് ആകൂ. നമുക്ക് നല്ല രീതിയിൽ അഭ്യാസം ചെയ്യണം.
മോഹം ദേഹധാരികളോടായാലും വസ്തുക്കളോടായാലും സെൻറ്ററിനോടായാലും അലൗകിക പരിവാരത്തിനോടായാലും ഇനി വസ്തുക്കളോടായാലും ഇവയിൽ നിന്നെല്ലാം വേറിട്ടതും പ്രിയപ്പെട്ടവരുമായിട്ട് മാറും. ഇത് നമ്മുടെ മുഖ്യ ലക്ഷ്യമാക്കണം. ഇപ്പോൾ മുതൽക്ക് അമൃതവേള യോഗ നല്ല അനുഭവമാക്കി മാറ്റണം. മുരളിയുടെ രസം പ്രാപ്തമാക്കണം. ഈ രണ്ടിലൂടെയും നമുക്ക് നമ്മുടെ സ്ഥിതിയെ വളരെ സുന്ദരമാക്കി മാറ്റാം. നമുക്കറിയാം, ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ പ്രാണനാണ്. ഇതിലൂടെ നമുക്ക് ടോണിക് കിട്ടുന്നു, നമുക്കുള്ളിൽ ബലം നിറയുന്നു, നമ്മൾ ശക്തിശാലിയായി മാറുന്നു. അമൃതവേള മിസ്സായാൽ മനസ്സ് ഉദാസമായി മാറും. എല്ലാവർക്കും പല പല അനുഭവങ്ങളുണ്ട്. മുരളി കേൾക്കാതിരുന്നാലും ലൂസ്നെസ് വരുന്നു. ഇന്ന് കാലത്ത് എല്ലാവരുടെയും ഫോണിൽ മുരളി വരുന്നുണ്ട്, വാട്സപ്പിൽ വരുന്നു മുരളി, അത് വേറെ കാര്യം. എന്നാൽ ക്ലാസ്സിലിരുന്നു കൊണ്ട് മുരളി കേൾക്കുന്നത്, ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുരളി കേൾക്കുന്നത്, മുരളിയിലെ ഓരോ മഹാവാക്യവും എൻജോയ് ചെയ്യുക, മുരളിയുടെ രസം ആസ്വദിക്കുക, ഇത് അത്യാവശ്യമാണ്. മുരളി അങ്ങനെ കേട്ടു, വായിച്ചു, കുറച്ച് മറന്നു, കുറച്ച് ഓർമ്മിച്ചു, ചിലതിൽ ഏകാഗ്രത കിട്ടി, ചിലതിൽ കിട്ടിയില്ല. ഇതിലൂടെ ജീവിതത്തിൽ സുഖം കിട്ടില്ല. ഈ സമയത്ത് നമുക്കുള്ളിൽ അലൗകിക ശക്തികൾ നിറയ്ക്കണം. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാം. അതിനെക്കുറിച്ച് ഇതുവരെയും വളരെയധികം പേർക്ക് ബോധമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല. ഈ യുഗപരിവർത്തനത്തിൻ്റെ കൂടെ ജയഘോഷവും ഉണ്ടാവണം. ഈ ദേവീ ദേവതകൾ പ്രസിദ്ധമാകും. ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർവശാസ്ത്രങ്ങളും പുരാണങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ, ഭാഗവതം എഴുതിയിട്ടുണ്ടല്ലോ, അതിലുള്ളതെല്ലാം അന്തിമ ദൃശ്യം ഇവിടെ പ്രാക്ടിക്കലായി സംഭവിക്കും. ഭഗവാന്റെ കൂടെ ആ കളികൾ തന്നെ നടക്കും. ലോകത്തിലൊരു ആധ്യാത്മിക വിപ്ലവം തന്നെ ഉണ്ടാകും. നമ്മളെല്ലാവരും നമ്മളെ സാക്ഷാത്കാരമൂർത്തികളും ആക്കി മാറ്റണം. വലിയ കാര്യമാണ്. ആരാണോ സ്വയത്തെ തയ്യാറാക്കുന്നത് അവരിലൂടെ മഹത്തായ സേവനം നടക്കും. അവർ അതീന്ദ്രിയ സുഖത്തിലിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ലക്ഷ്യങ്ങളും കൂടെ കൊണ്ടു നടക്കണം. സ്വന്തം സ്ഥിതിയെ ഇളകാത്തതും ഉറച്ചതുമാക്കി മാറ്റണം, നിർഭയവുമായി മാറണം, സ്വയത്തെ സാക്ഷാത്കാരമൂർത്തിയുമാക്കി മാറ്റണം. ഞാൻ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം പുരുഷാർത്ഥി സഹോദരി സഹോദരങ്ങൾ വളരെ നല്ല യോഗാഭ്യാസവും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബാഹർമുഖതയിലിരിക്കുകയാണെങ്കിൽ, വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് ചെറുതോ വലുതോ ആയ വികർമ്മങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ യോഗത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നമ്മളെ പവർഫുള്ളാക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ യോഗത്തിലൂടെ വികർമ്മ വിനാശമാക്കണം. പക്ഷേ സൂക്ഷ്മത്തിൽ വികർമ്മം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വികർമ്മങ്ങളുടെ കണക്ക് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ മഹാവാക്യം ഓർമ്മയുണ്ട്. 1978 മുതൽക്കുള്ള മുരളികളാണ്. നിങ്ങൾക്ക് 63 ജന്മങ്ങളിലെ വികർമ്മങ്ങൾ നശിപ്പിക്കാൻ ഇത്രയും സമയമെടുക്കില്ല. എന്നാൽ ബ്രാഹ്മണനായതിന് ശേഷം സംഭവിച്ച വികർമ്മങ്ങൾ അത് 100 മടങ്ങായി മാറുന്നു. അത് സമാപ്തമാക്കാൻ വളരെയധികം സമയമെടുക്കും. അനേകം പേർ ഇങ്ങനെയുള്ളവരാണ്. സ്വയത്തിൽ നിന്നും എന്തെങ്കിലും വികർമ്മങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. ഞാൻ എന്ന ഭാവം ഉണ്ടാവുക, അഹങ്കാരം, ഈഗോ ഉണ്ടാവുക, മറ്റുള്ളവരിൽ ക്രോധം കാണിക്കുക, കടുത്ത വാക്കുകൾ പറയുക,
മറ്റുള്ളവരുടെ സ്ഥിതി താഴ്ത്തുക, ഇങ്ങനെ പല പ്രകാരത്തിലുള്ള അപവിത്രത, ദേഹദൃഷ്ടി, ഇതെല്ലാം സൂക്ഷ്മ പാപങ്ങളാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നു, അസൂയ ഉണ്ടാവുന്നു, മോശമായത് പറയുന്നു, നിന്ദിക്കുന്നു, ചിലപ്പോൾ മോഷ്ടിക്കുന്നു. ഇതെല്ലാം സൂക്ഷ്മ പാപകർമ്മങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സദാകാലത്തേക്ക് സുരക്ഷിതരായിരിക്കണം. ഈ കാര്യങ്ങളെയൊക്കെ തൻ്റെ ലക്ഷ്യമാക്കി മാറ്റണം. ബാബയുടെ മുരളികളിൽ വളരെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. സാകാര മുരളികളിലും അവ്യക്ത മുരളികളിലും. നിങ്ങൾ സാകാര മുരളി നോക്കിയാൽ ഒരു പ്രത്യേകം ആറ്റിറ്റ്യൂഡ് കൂടി മുരളി നോക്കൂ. ബാബ നമ്മളെ ദിവസവും ഓർമ്മിപ്പിക്കുന്നു, നീ ദേവതയായിരുന്നു, നീ വളരെ മഹാനായിരുന്നു, പൂജ്യനായിരുന്നു, നിങ്ങളുടെ അടുക്കൽ അളവില്ലാത്ത സമ്പത്ത് ഉണ്ടായിരുന്നു, നിങ്ങളുടെ ശിരസിൽ ഡബിൾ കിരീടമുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ 84 ജന്മങ്ങളെടുത്ത് താഴെ വീണ് താഴ്ന്ന കൈയിലേക്ക് വന്നു? ഞാനിപ്പോൾ ഒരിക്കൽ കൂടി വന്നിരിക്കുന്നു നിങ്ങളുടെ ഉയർന്ന കലയുണ്ടാക്കാനായി. ഇത് നമ്മൾ ഓർക്കുന്നുണ്ടോ? അർത്ഥം റിപ്പീറ്റ് ചെയ്യുക എന്നതല്ല, ഓർമ്മിക്കുക, അർത്ഥം അത് ഫീൽ ചെയ്യുക. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രാജ്യം നൽകിയിരുന്നു, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി. പിന്നീട് ഒരിക്കൽ കൂടി രാജ്യം നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. സത്യമായിട്ടും ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? ജ്ഞാനത്തിൽ നമുക്കറിയാം ഇത് സത്യമാണ്, എന്നാൽ ഇതിൻ്റെ തിരിച്ചറിവുണ്ടാകുന്നുണ്ടോ? ബാബ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു, അനേക ജന്മങ്ങൾ നമ്മൾ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കും. സാകാര മുരളികൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി കേൾക്കൂ. വളരെ ആനന്ദമുണ്ടാകും. സാകാര മുരളി കേൾക്കുന്നത് 1 മണിക്കൂർ യോഗം ചെയ്ത അനുഭവം പോലെയാകും. സ്വദർശന ചക്രധാരിയായി മാറും. ഇതിലൂടെ നമ്മുടെ ബുദ്ധി ദിവ്യമായി മാറും. ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുത്തു. ഒരു പരിവാരം, നമ്മുടെ കുടുംബം, സംബന്ധികൾ എല്ലാം മറ്റാരൊക്കെയോ ആയിരുന്നു. ഇപ്പോൾ വേറെ ആരൊക്കെയോ വന്നു. ഇനി അടുത്ത ജന്മത്തിൽ മറ്റു പലരും വരും. ജന്മജന്മാന്തരങ്ങളായി ഈ കളി മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഡിറ്റാച്ച്മെൻ്റ് വന്നു. നമുക്ക് വളരെ നല്ല സ്ഥിതി ഉണ്ടാകും. ജ്ഞാനത്തിൻ്റെ ബലവും എല്ലാവർക്കും വേണം. പവിത്രത വളരെ സഹജമായി വരില്ല. ഞാൻ പ്രതിജ്ഞ ചെയ്തു, ആയിത്തീർന്നു, അങ്ങനെയല്ല. പവിത്രത പെർഫെക്റ്റ് രൂപത്തിലാക്കുന്നതിന് വേണ്ടി ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ബലവും യോഗശക്തിയും ഉണ്ടായിരിക്കണം. നമ്മൾ സർവശക്തിവാനിൽ നിന്നും ശക്തി എടുക്കുന്നില്ല എങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നത് കഠിനമായ കാര്യമായി തോന്നും. സൂക്ഷ്മമായി പവിത്രത അപവിത്രതയിലേക്ക് പരിവർത്തനപ്പെടും. മനസ്സ് അവിടെ ഓടി നടക്കും. ആകർഷണമുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മുരളികളിൽ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്, യോഗബലത്തിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറൂ. ഇപ്പോൾ സമ്പൂർണ്ണ പാവനമാകണം. പവിത്രതയുടെയും വളരെ വലിയ സുഖമാണുള്ളത്. ഇത് നമ്മൾ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ യോഗബലം വർദ്ധിപ്പിക്കണം. പവിത്ര ആത്മാവിന് ഭയമുണ്ടാവില്ല. പവിത്ര ആത്മാവ് വളരെ മഹാനാണ്. ഈ സൃഷ്ടിയുടെ അലങ്കാരം പവിത്ര ആത്മാവാണ്. 9-ാം തീയതി ഡിസംബർ 9 മുരളിയിൽ നമ്മളെല്ലാവരും കേട്ടു. സങ്കല്പശക്തിയെക്കുറിച്ച് ബാബ എന്തെല്ലാമാണ് പറഞ്ഞത്. ആരെങ്കിലും എത്ര തന്നെ നെഗറ്റീവ് എംപ്യൂർ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങളുടെ തരംഗങ്ങൾ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരുടെ വിചാരം തന്നെ പരിവർത്തനപ്പെടും. നിങ്ങൾ നിങ്ങളുടെ സങ്കല്പങ്ങളുടെ വൈബ്രേഷൻസ് കൊണ്ട് മറ്റുള്ളവരുടെ സങ്കല്പങ്ങളുടെ നെഗറ്റീവ് വൈബ്രേഷൻസിനെ നശിപ്പിക്കാൻ സാധിക്കും.
നമ്മൾ നമ്മുടെ പുരുഷാർത്ഥത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് 5-7 കാര്യങ്ങൾ പറഞ്ഞത് ഡ്രാമയുടെ ജ്ഞാനത്തെ ഓർമ്മിച്ച് ഇളകാത്തവരും ഉറച്ചവരും ആയി മാറണം. സാക്ഷിസ്ഥിതി വർദ്ധിപ്പിക്കണം. എല്ലാം സ്വീകരിക്കണം. എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ഇതെല്ലാം എത്ര തവണ സംഭവിച്ചതാണ്? നമ്മൾ ഓർമ്മിക്കണം. എണ്ണിയാൽ ഒടുങ്ങാത്ത തവണ ഈ പരിവർത്തനത്തിൻ്റെ കളി നമ്മൾ കണ്ടിട്ടുണ്ട്. നത്തിങ് ന്യൂ. കണ്ടുകൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് നടക്കേണ്ടത്. അപ്പോൾ ചിത്തം ശാന്തമാകും. ഇത് ഓർമ്മയുണ്ടെങ്കിൽ ചിത്തം ശാന്തമാകും. അപ്പോൾ നമ്മൾ പവർഫുള്ളായി മാറും. സങ്കല്പങ്ങളെല്ലാം നെഗറ്റീവാക്കി മാറ്റിയാൽ നമ്മൾ ദുർബലരായിത്തീരും. മുന്നോട്ട് പോകെ നമുക്ക് വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാബയുടെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. ഒരു പ്രാവശ്യം ബാബ പറഞ്ഞതാണിത്. ഞാൻ പല പ്രാവശ്യം ഓർമ്മിച്ചിട്ടുണ്ട്. ബാബ പറഞ്ഞത്, എപ്പോൾ വരെ നിങ്ങൾ നിങ്ങളുടെ ബ്രാഹ്മണ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ പൂർണ്ണമായും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ ബാബ എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. ഞാൻ പറയുന്നു, താങ്കൾക്ക് വീട്ടിലേക്ക് പോകണം. ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. കുറച്ച് ആത്മാക്കളോട് പറയുകയാണ്, കർത്തവ്യം പൂർത്തിയാക്കണം. നിങ്ങൾ ബ്രാഹ്മണനായി മാറി നമ്മൾ സർവരെയും ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാക്കണം. നിങ്ങൾ സർവർക്കും സകാശ് കൊടുക്കണം. അവരുടെ ഉള്ളിലെ ദേവത്വത്തെ ഉണർത്തണം. നിങ്ങൾ സർവരെയും സമസ്യകളിൽ നിന്നും മുക്തമാക്കണം, നിർഭയരാക്കി മാറ്റണം. വളരെ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് പൂർത്തിയാക്കാത്തിടത്തോളം കാലം നമുക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന മഹാവാക്യങ്ങൾ അത് വേറെ നോട്ട് ചെയ്ത് വെക്കണം. അതിനെക്കുറിച്ച് നന്നായി ചിന്തനം ചെയ്യണം. ഞാൻ അന്തിമ സമയത്തെ തയ്യാറെടുപ്പിലേക്കായി 1-2 കാര്യങ്ങളും കൂടി പറയുകയാണ്. എല്ലാവരും കുറച്ചു ദിവസം മുമ്പ് ബാബയുടെ ഒരു വരദാനത്തിൽ ഈ ഒരു സുന്ദരമായ കാര്യം കേട്ട് കാണും. ഇല്ലെങ്കിൽ ഇപ്പോൾ കേട്ടത് നോട്ട് ചെയ്യൂ. ഏതു കുട്ടിയാണോ ആ ശരീരീ സ്ഥിതിയുടെ കൂടുതൽ അഭ്യാസം ചെയ്യുന്നത്, വിനാശകാലത്ത് അവരുടെ വിനാശം ഉണ്ടാവില്ല. എന്നാൽ അവർ ഇച്ഛയോടുകൂടി ദേഹം ഉപേക്ഷിക്കും. വളരെ വലിയ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭട്ടിയിൽ അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യണം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യൂ. വരാൻ പോകുന്ന അനേകം വർഷങ്ങളിലേക്ക് നമ്മുടെ അഭ്യാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ ശരീരം വേറെ, ഞാൻ വേറെ. ഞാൻ ആത്മാവ് ഭൃകുടിയാകുന്ന കുടിലിൽ ഇരിക്കുന്നു. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയാകുന്നു. ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം വർദ്ധിപ്പിക്കണം. ഞാൻ വളരെ തേജസ്വിയാണ്. എനിക്ക് വളരെയധികം തിളക്കമുണ്ട്. എന്നിൽ നിന്നും ധാരാളം കിരണങ്ങൾ പുറത്തേക്ക് പരക്കുന്നു. ബ്രഹ്മബാബയ്ക്കുണ്ടായതുപോലെ ചെയ്യണം. ബാബ അത്രയും അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബയുടെ 4 ഭാഗത്തും ഡീപ്പ് സൈലൻസിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പബ്ലിക് കോണ്ടാക്റ്റിൽ, റിലേഷൻസിൽ വരുന്നവരാണ്. നമ്മൾ എവിടെ പോകുന്നുവോ ആളുകൾക്ക് നമ്മളിൽ നിന്ന് ശാന്തി കിട്ടിക്കൊണ്ടിരിക്കും, പ്യുവർ വൈബ്രേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. വേറൊരു കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മുരളികളിൽ. വളരെ നല്ല രീതിയിൽ അറിയാം, അന്ത്യത്തിൽ ഒന്നിൻ്റെ മാത്രം ഓർമ്മ വരണം. ശരീരം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധി ഒരു ബാബയിൽ മാത്രം ഉറച്ചിരിക്കണം. വേറെ എവിടെയും പോകരുത്. ശരീരത്തിൻ്റെ വേദന ആകർഷിക്കുന്നില്ല. ഏതൊരു സംബന്ധിയും ആകർഷിക്കുന്നില്ല. നമ്മുടെ ഏതെങ്കിലും പാപകർമ്മം നമ്മുടെ ഓർമ്മയിൽ വന്ന് നമ്മളെ പരവശപ്പെടുത്തുന്നില്ല. ഏതൊരു ഇച്ഛയും നമ്മളെ വലിക്കുന്നില്ല.
ഇത് ചെയ്യണമായിരുന്നു, ഓ അത് ചെയ്തില്ല, അങ്ങനെയാവരുത്. യാതൊരു അപ്രാപ്തിയും നമ്മെ പരവശപ്പെടുത്തുന്നില്ല. നമ്മൾ ഒന്നിൻ്റെ ഓർമ്മയിൽ സ്ഥിരമാകണം. സ്മൃതി സ്വരൂപരായി ശരീരം ഉപേക്ഷിക്കണം. ശരീരം ഉപേക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സ്വരൂപമാണ് അവിചാരിതമായി ശരീരം ഉപേക്ഷിക്കുക. ഒരു കഷ്ടവുമില്ലാതെ ശരീരം ഉപേക്ഷിക്കുക. സഹജഭാവത്തോടെ ശരീരം ഉപേക്ഷിക്കുക. അതും വളരെ ഉയർന്ന സ്ഥിതിയാണ്. എന്നാൽ സ്മൃതി സ്വരൂപമായി ശരീരം ഉപേക്ഷിക്കുക, ജ്ഞാന മനന മഗ്നമായിരുന്ന് ശരീരം ഉപേക്ഷിക്കുക. ബാബ ഈ ശരീരം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുക്കിലേക്ക് ഇതാ ഞാൻ വരുന്നു. ബാബ നമ്മളെ വെൽക്കം ചെയ്യുന്ന മുകളിൽ നിന്ന്. ഇത് ക്ലിയറായി കാണാൻ സാധിക്കണം. ബാബ ഞാനിതാ എത്തിക്കഴിഞ്ഞു, എൻ്റെ പാർട്ട് പൂർത്തിയായി. ഇത് സ്മൃതി സ്വരൂപസ്ഥിതിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വളരെയധികം പ്രാക്ടീസ് ചെയ്യണം. 4 ഭാഗത്തുമുള്ള തീരങ്ങൾ വിടണം. ഞാൻ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് വർണ്ണിച്ചല്ലോ. ഇച്ഛകളൊന്നും അവശേഷിക്കരുത്. നമ്മളെ വലിക്കുന്ന ഒരു അപ്രാപ്തിയും ഉണ്ടാവരുത്. ഈർഷ്യ, വിദ്വേഷം തുടങ്ങിയ സൂക്ഷ്മ വികാരങ്ങൾ ഉണ്ടാവരുത്. നമ്മുടെ ഏതെങ്കിലും വലിയ വികർമ്മം നമ്മുടെ മാനസപടലത്തിൽ നിഴലായി വരരുത്. കാരണം അന്തിമ സമയം അങ്ങനെയാണ്. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്മൃതിയിൽ വരാൻ തുടങ്ങും. നമ്മൾ എന്താണോ വളരെ കാലങ്ങളായിട്ട് ചെയ്തത് അത് തന്നെ ഓർമ്മയിൽ വരാൻ തുടങ്ങും. വളരെ കാലങ്ങളോളം ചെയ്ത പാപം മുന്നിൽ വന്ന് നിൽക്കും. കാണും, യമദൂതൻ നിൽക്കുന്നു. ഏതെങ്കിലും ദേഹധാരിയോട് വളരെ സ്നേഹമുണ്ടെങ്കിൽ അവർ മുന്നിൽ തന്നെ ഉണ്ടാകും, മാറിപ്പോവുകയേയില്ല. ശിവബാബയെ ഓർമ്മിക്കാൻ നിങ്ങൾ എത്ര തന്നെ പ്രയത്നിച്ചാലും ഓർമ്മിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും സംസ്കാരം നമ്മളിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെളിഞ്ഞു വരും. അന്ത്യത്തിൽ ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം അന്തിമ സമയത്തിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് നീണ്ട കാലത്തോളം ഒരു ബലം, ഒരു വിശ്വാസം ഇതിൽ ജീവിക്കുക. നമ്മുടെ ബുദ്ധി ഒന്നിലേക്ക് മാത്രം പോവുക. ഈ അഭ്യാസം ചെയ്യണം. നോക്കൂ, നിങ്ങളിപ്പോൾ ഇരിക്കുകയാണ്, യോഗത്തിലിരിക്കുകയാണ്, ഭൂമി കുലുങ്ങുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പല അമ്മമാരും നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങും, ബാബ രക്ഷിക്കൂ രക്ഷിക്കൂ. ഇല്ല, ചിലർ ഓടും. എന്നാൽ ശ്രേഷ്ഠ യോഗികളായവർ അവരുടെ ബുദ്ധി ബാബയിലേക്ക് പോകും. ഞാൻ പ്രകൃതിയുടെ അധികാരിയാണ്, ഓർമ്മ വരും. ബാബയുടെ കിരണങ്ങൾ വന്നു തുടങ്ങും. എല്ലാം നല്ലതാകും, സുരക്ഷിതരാകും. ഓടിയവർക്കോ എന്തെങ്കിലും കഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ആപത്ത് വന്നാൽ, നാളെ ആഹാരം കിട്ടാതിരുന്നാൽ നമ്മുടെ ചിന്തയിൽ എന്ത് വരും? നമ്മുടെ സ്ഥിതി എന്താകും? അതിനുവേണ്ടി ഇപ്പോൾ മുതൽക്ക് തന്നെ അഭ്യാസം ചെയ്യാൻ തുടങ്ങൂ. എന്തു തന്നെ സംഭവിച്ചാലും ഉടൻ ബുദ്ധി മുകളിലേക്ക് പോകട്ടെ, ബാബയുടെ അടുക്കലേക്ക്. ഇതിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്യണം. നമുക്കെങ്ങനെ നിർഭയരാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തനം ചെയ്യണം. നമുക്കെങ്ങനെ സാക്ഷാത്കാരമൂർത്തിയാകാം, എങ്ങനെ നമുക്ക് എല്ലാം സ്വീകരിക്കുന്നവരാകാം, വളരെ സന്തോഷത്തോടെ ലഹരിയോടെ എങ്ങനെ ഇരിക്കാം, നമ്മുടെ സ്ഥിതിയെ ഉറച്ചതും ഇളകാത്തതുമായി എങ്ങനെ മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും ഭട്ടി ചെയ്യുന്നതിനായി വളരെ ആശംസകൾ നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സഹോദരിമാർക്കും വളരെ വളരെ താങ്ക്സ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തതിന്. കൂടെ എൻ്റെ ശുഭഭാവനകളാണ് നിങ്ങളെല്ലാവരും ശ്രേഷ്ഠ യോഗികളായി മാറട്ടെ. സഹോദരിമാരും നിങ്ങളുടെ സേവാകേന്ദ്രം ലൈറ്റ് ഹൗസ് ആയി മാറുന്ന രീതിയിൽ യോഗികളായി മാറട്ടെ.
പീസ് ഹൗസായി മാറട്ടെ. പ്യൂരിറ്റിയുടെ തരംഗങ്ങൾ കൊണ്ട് നിറയട്ടെ. ആര് തന്നെ വന്നാലും അവർ ബാബയുടേതായി മാറട്ടെ. വരുന്ന എല്ലാവരുടെയും സമസ്യകളെല്ലാം സമാപ്തമാവട്ടെ. വരുന്നവരൊക്കെ നിറഞ്ഞവരാകട്ടെ. എല്ലാവരും ചിന്തനം ചെയ്യണം. ഈ യജ്ഞം തപസ്യാകുണ്ഡമാകാൻ യജ്ഞത്തിൻ്റെ ജ്വാല ജ്വലിപ്പിക്കുന്ന രീതിയിൽ യോഗം ചെയ്യൂ. സർവരുടെയും വികാരങ്ങളും വികർമ്മങ്ങളും ഈ യജ്ഞകുണ്ഡത്തിൽ ആഹുതിയാകട്ടെ. നിങ്ങളെല്ലാവർക്കും വളരെ വളരെ നന്ദി. ഓം ശാന്തി.